അപ്പോൾ നമ്മൾ ഗുഹ കയറി ഇറങ്ങിയിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഗുഹ. ആ ഗുഹയാണ് നമ്മൾ കയറി ഇറങ്ങേണ്ടത്. ആ ചെറിയ പൊത്തിലൂടെയാണ് കയറിയത്. അയ്യോ, അത് മൊത്തം വീണമായിരുന്നു. അയ്യേ, എടാ ചില്ലാട്ടം മറപ്പിക്കടാ പുള്ളിനെ. ചില്ലാട്ടം മറപ്പിച്ചോ, ചില്ലാട്ടം. ആ അല്ല, ഇവിടെ വീണെന്ന് ഓടിയാൻ ഇവിടുന്ന് ഒടിഞ്ഞു പോകുമ്പോ എടുത്തോണ്ട് പോകുമ്പോ രസമല്ലേ. അതെ അതെ അതെ, വീണ് മുട്ടൂടെ ഒന്ന് പൊട്ടണം, എങ്കിൽ മാത്രമേ സെറ്റാവൂ. മുട്ടൊന്ന് പൊട്ടിച്ചോ. ഇനി നമുക്ക് പോകാനുണ്ട് ഡാമിലേക്ക്. ഭൂതം കെട്ടിയ ഡാമിലേക്ക് പോകണം. ഇനിയും സമയമുണ്ട്. ഇതിനിടയ്ക്കുള്ളൊരു ഹോൾട്ടായിരുന്നു അത്. ഇതിനകത്തിനാണ് ബാബാ സമയമായി, നമുക്ക് സമയമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം ഇതാണ്, ഊഞ്ഞാലുകളുണ്ട്. ഇത് എക്സസൈസ് ഒന്നും വേണ്ട നിങ്ങൾക്ക് പോകുമ്പോൾ അല്ലേ? പിന്നെ ഇപ്പം ഷുഗറൊന്നും ഇല്ലല്ലോ, കൊളസ്ട്രോൾ ഒന്നുമില്ല. അത് മതി. എത്ര പേര് കൂടി ഇങ്ങനെ വരും? കാഞ്ഞിരൊക്കെ നമുക്കറിയാം. കാഞ്ഞിരം വരും. പട്ടിക്ക് കൊടുക്കാല്ലേ? അത് പൊട്ടിച്ച് അതിന്റെ അകത്ത് ക്രീം കളഞ്ഞ കുരുല്ലേ, അത് ഉണക്കി മാർക്കറ്റിൽ കൊടുത്ത പൈസ. ഉണ്ട്. അതാണ് കാരസ്കുരത്തിൻ കുരു പാലിലിട്ടാൽ കലാന്തരേ കയ്പ് ശമിപ്പതുണ്ടോ. ഇതേതാ ഏതാ? ഇതാണ് താണിമരം. മരമാണ്. അപ്പൊ ഊഞ്ഞാലാടാത്തവർക്ക് ആടിത്തിമിർക്കാം. ഇവിടെ നിറയെ ഊഞ്ഞാലുകളാണ്. കണ്ടോ, ചിലതിൻ്റെയൊക്കെ വള്ളി പൊട്ടിപ്പോയിട്ടുണ്ട്. ഒന്നുമില്ലേ? ഇവിടെ ഭൂതം പണിത ഡാമല്ലേ കാണാൻ പോന്നെ. ഇതിങ്ങനെയുള്ള ഊഞ്ഞാല കേട്ടോ, അല്ലാതെ അത് വള്ളി പൊട്ടിപ്പോയതല്ല. സിംഗിൾ ഊഞ്ഞാല. അല്ല, ആന വന്ന രസാ. ഇക്കരെ തന്നെ ആന ഇറങ്ങി വന്ന ഇയാളാണ് എല്ലാം ഓടിപ്പോയി ചേർന്നത്. നല്ല ആനപ്പിണ്ടത്തിന് മണം, നല്ല ഫ്രഷ് ആനപ്പിണ്ടത്തിന് മണം ഉണ്ട് കേട്ടോ. ആന ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ആനയല്ല, ആനപ്പിണ്ടം കണ്ടോ. ആനപ്പിണ്ടം കാട്ടിക്കിടക്കുന്ന ആനപ്പിണ്ടം കണ്ടോ. ആണോ? ഇത് കൃത്യമായിട്ട് തന്നെ ഏതാ? കിട്ടോ, ലൈക്ക് കിട്ടോ. അത് ഇതില്ല, ഫേസ്ബുക്കിലല്ല കേട്ടോ. ഇതില്ല ഞാൻ ഇടുന്നത്, യൂട്യൂബിൽ പോണേ. ഫേസ്ബുക്കിൽ ഇതിൻ്റെ ഒരു ചെറിയ സാധനം ഇടും. ഞാൻ എല്ലാം കാണാറുണ്ടല്ലേ? ഫേസ്ബുക്കിൽ കയറി ഞാൻ പോയില്ലേ, 67,000 ആളുകളായി. ഈ കാശ് കൊടുത്ത് കളയും. അതാണ് പ്രശ്നം. അവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെയുള്ള സ്ഥലമുണ്ട്, ഇരിക്കാം. ഇതാണ് പഴയ ഭൂതത്താൻ കെട്ട്.
ഇത് 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 പൂത അല്ല, ഇത് നാട്ടുകാരല്ല ഇതുപോലെ കല്ലടിക്ക് വെക്കുവോ? പൂത എടുത്ത് വെച്ചേക്കുന്ന കല്ല ഇത്. ആ, നാട്ടുകാർക്ക് ഇങ്ങനെ കല്ലെടുത്ത് വെക്കാൻ പറ്റുമോ? കണ്ട, ഇതാണ് പൂത എടുത്ത് വെച്ചേക്കുന്ന കല്ല്. കണ്ടോ കണ്ടോ, യഥാർത്ഥ ഭൂതത്തം കെട്ടാണിത്. കണ്ടോ, പഴയ ഭൂതം കെട്ടിയ കെട്ട്. ആണോ? ആ, കഥ പറഞ്ഞോ കഥ പറഞ്ഞോ കഥ പറഞ്ഞോ. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കഥയാണോ എന്ന് നോക്കട്ടെ. ആ, പറഞ്ഞോ. ആ, കഥ പിടിക്കണം. അത് ഞങ്ങൾ പഠിച്ചു വെച്ചേക്കുന്ന കഥയാണോ എന്ന് അറിയണമല്ലോ. കഥ പിടിക്കണം, കഥ പിടിക്കാൻ പറ്റില്ല. സ്റ്റാർട്ട്. പെരിയാറാണ്. പെരിയാറിന്റെ വലിയ ഭാഗത്താണ് നമ്മൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ശിവനും പാർവതിയും കൈലാസത്തിൽ താമസിക്കുന്ന വഴക്ക് മൂത്ത് ശിവൻ വീട് വിട്ടിറങ്ങി. പല പ്രാവശ്യങ്ങളിൽ പോകാറുണ്ട്. പ്രാവശ്യം പോയപ്പോൾ ടൈറ്റായ വഴക്കാറുണ്ട്. ആഴ്ചകൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ദേവനെ ദേവി കൈലാസത്തിൽ കണ്ടില്ല. പൂജാ കാര്യങ്ങളൊക്കെ മുടങ്ങി. ദേവനില്ലാത്ത കൈലാസം ശൂന്യമാണെന്ന് ദേവി അവിടെ നിന്ന് ഇറങ്ങിത്തിരിച്ച് പെരിയാറിന് തീരത്ത് വന്ന് അവിടെ കനാല് കണ്ടോ? ആ കിണറിൽ അങ്ങനെ ഒരു കനാലുണ്ട്. അത് കോതമംഗലം പിണ്ടിമല പഞ്ചായത്ത് തൃക്കാരമ്പലം അങ്ങനെയുള്ളൊരു കനാലാണ്. അപ്പോൾ ഇവിടുന്ന് ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമെല്ലാം ഇവിടെ ഒരു ചിറ വെട്ടിക്കഴിഞ്ഞാൽ ആ വെള്ളമെല്ലാം ആ കനാലിൽ കൂടെ ചെന്ന് ശിവൻ അവിടെ തപസ്സിനാണെന്ന് പറഞ്ഞാണ് പോയത്. അങ്ങനെ പച്ചക്കള്ളം പറഞ്ഞാ പോയെ. കള്ളനായിരുന്നല്ലേ? ഗംഗാദേവിനെ കൊണ്ട് അവിടെ സെറ്റായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാർവതി ഇവിടുന്ന് കയറി ചെന്നത്. പാർവതി ചെന്ന് കണ്ടപ്പോൾ ഗംഗാദേവി പാർവതിയോട് കൊമ്പ് കോർത്ത് അതിൽ തോറ്റ പാർവതി കല്ലിൽ ഒല്ലി തിരിച്ച് പോന്ന് പെരിയാറിന് തീരത്ത് വന്ന് താടയ്ക്ക് കൈയും കൊടുത്ത് ആലോചിച്ചു, എൻ്റെ ഭർത്താവിനെ അവതരിച്ചിരിക്കുന്ന തൃക്കാരമ്പലം എങ്ങനെയും നശിപ്പിക്കണം, ശിവനെ അവിടെ നിന്ന് കൊണ്ടുവരണം. അതിനെന്താണ് മാർഗമെന്ന് കണ്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു ഐഡിയ കിട്ടിയതെന്ന് വെച്ചാൽ ഭൂതഗണങ്ങളുടെ സൈന്യങ്ങളുണ്ട്. അവരെ വിളിച്ച് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ അത് ഊര് കൊണ്ടുവരണം, വഴക്കിടാതെ കൊണ്ടുവരണം, ദേഷ്യക്കാരനാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. സഹായിക്കാം, ഒറ്റ രാത്രി കൊണ്ട്. പിന്നെ ഞങ്ങൾ പറയുന്നു, ആ ശരി. പാർവതിയും ഭൂതഗണങ്ങളും കൂടി ഇവിടെ നിന്ന് ഒരേ കല്ലുകൾ പറക്കി വെച്ച് ആ ക്യാപ്പ് അവിടെ ഇവിടുന്ന് വെച്ച് കഴിഞ്ഞ് അവർ വിശ്രമിക്കാൻ ആ ക്യാപ്പ് അടയ്ക്കാൻ 12 കല്ലാക്കി ഇഞ്ച കിടന്നെടുത്തു വെച്ചു. അപ്പോൾ അവർ വിശ്രമിക്കാനിരുന്ന സമയത്ത് ദേവന് ദേവിയെ ദൃഷ്ടിയിൽ മനസ്സിലായി പാർവതി കണ്ടേച്ച് പോയ പണി അത്ര നല്ലതല്ല, അതുകൊണ്ട് എന്നെങ്കിലും പ്രതികരിക്കുമെന്ന് മനസ്സിലായി. അവ ശിവൻ നോക്കിയപ്പോൾ ഇവിടുന്ന് ഭൂതഗണങ്ങളെയും കൊണ്ട് ചിറ കെട്ടി 3/4 ഭാഗമാക്കി വെച്ചിരിക്കുന്നു. ഇത് എത്രയും പെട്ടെന്ന് തടഞ്ഞില്ലെങ്കിൽ ഭൂതങ്ങളെല്ലാം അമ്പലമെല്ലാം വെള്ളത്താൽ നശിക്കും. ശിവൻ അവിടെ നിന്ന് പറന്ന് അപ്രതീക്ഷയായി ഇവിടെ ഒരു പാറയെ കയറിയിരുന്നു. കോഴിപ്പൂവൻ്റെ ആ രൂപത്തിൽ രൂപപ്പെട്ട് 3 പ്രാവശ്യം കോഴിയായിട്ട് കൂവിപ്പോൾ ശിവൻ തന്നെയായിരുന്നല്ലേ? ശിവൻ ഇവരെ പറ്റിച്ചതാ. നേരം വെളുത്തു നമ്മുടെ ശക്തി ക്ഷയിക്കാറായി, നമുക്ക് ഈ പണി ഇവിടെ പൂർത്തിയായിരുന്നു. ഇതിനാണ് പൂതത്താൻ കെട്ടുന്നുള്ള പേര്. ഇതാണ് അതിന്റെ ഐഡിയ. അപ്പൊ ഒരു ക്യാപ്പ് ഉണ്ട് അവിടെ മൂടാനും. ഇവിടെ ഈ കാട്ടിലൊരു 4 അമ്പലങ്ങൾ മുടിഞ്ഞു കിടപ്പുണ്ട്, മുനിയറകളുണ്ട്, മനുഷ്യനെ ബലി കൊടുത്ത കല്ലുണ്ട്. ഈ ഗുഹ കാട്ടിനകത്ത് ഈ ഗുഹ ഈ കെട്ടും എല്ലാം കണ്ടിട്ടാണ് ഇന്ന് സത്യത്തിൽ ഭൂതത്താൻ കെട്ടുന്നുള്ള പേര് വന്നത്. ഇതാണ് ഇതിന്റെ ഐഡിയ. വിശ്വസിക്കാം, തള്ളിക്കളയാം. ഇത്ര വലിയ കല്ല് മനുഷ്യൻ പൂവൻ 3 പ്രാവശ്യം കൂടിയപ്പോ തള്ളി പറഞ്ഞില്ലയോ? തള്ളി പറഞ്ഞു. ഓക്കെ, എങ്ങനെ പേരെങ്ങനെ? ലിസി. ഓക്കെ, ഈ കഥ മനോഹരമായി പറഞ്ഞ ലിസി ചേച്ചിക്ക് പിന്നെ ഞങ്ങളെ പോലെ ആൾക്കാർ ഞങ്ങൾ പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് ആ പറഞ്ഞ പാറ. എന്തായാലും നമ്മൾ വിശ്വസിച്ചു. അപ്പോൾ ഭൂതം കെട്ടിയതാണ്, ഭൂതഗണങ്ങൾ കെട്ടിയ പാറയാണ്. അപ്പോൾ അവിടെ ശിവൻ കോഴിയായിട്ട് വന്ന് നിന്ന് കൂവി, അങ്ങനെ നേരം വെളുത്തെന്ന് വിചാരിച്ച് അവർ സ്ഥലം വിട്ടുപോയി. അപ്പോൾ അവിടെ കെട്ടാൻ ബാക്കിയുണ്ട് ആ പാറ. അപ്പോൾ ഇതാണ് നമ്മുടെ ഭൂതത്താൻ കെട്ട്. ഭയങ്കര അമ്പോട്ടറ കൊച്ചു വേനല്ലേ. അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം, ആ ഗ്യാപ്പ് എവിടെയാണെന്ന് നോക്കാം.
അവിടെ അതുമാതിരി അതുവഴിയല്ലേ വന്ന് അതിലെയോ ആ ചേച്ചി പറഞ്ഞു അവിടെ കപ്പിൾസിനെ പറ്റി അറിയണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് കപ്പിൾ സാറേ അതിന്റെ അവിടെ കപ്പിൾസിനെ പറ്റി മാത്രം ഇറങ്ങിയാൽ മതി കേട്ടോ. അരുണേ ഇതിലാണ് ഇറങ്ങിയത്. ഗ്രിപ്പ് ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഭൂതം കെട്ടിയ ഡാമിൻ്റെ നടുവിലേക്ക് പോവുകയാണ്. ഒന്ന് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, എന്നതായാലും ഈ ഇങ്ങനൊരു ഡാം മനുഷ്യന് കെട്ടാൻ പറ്റത്തില്ല. ആ ചേച്ചി പറഞ്ഞ പോലെ ഭൂതങ്ങൾ തന്നെ ആയിരിക്കണം ഇത് കെട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പറയുക. കണ്ടോ, ഭൂതം കെട്ടിയ ഡാമാണ്, ഭൂതത്താൻ കെട്ട്. അപ്പോൾ നമ്മളവർ ഈ കോഴി കൂവിയപ്പോൾ ഇട്ടയം വെച്ചും പോയ പാറയുടെ അടുത്തെത്തി. കണ്ടോ, ഈ ഗ്യാപ്പ് വഴി വെള്ളം ഒഴുകി പോവുകയാണ് ചെയ്തത്. കണ്ടോ, ഇവിടെയൊക്കെ വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്. അപ്പോൾ ഉണക്കാണ്ട് വെള്ളമില്ല. കണ്ടോ, കണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇനി 1 കിലോമീറ്റർ തിരിച്ച് നടക്കാനുണ്ട്. അപ്പുറത്ത് പോയവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇടയ്ക്ക് ഡാം തുറന്നു വിട്ടാൽ ഇതുവഴി വെള്ളം പോകും. ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല കേട്ടോ. അപ്പുറത്തൂടെ ബസ് പിടിച്ച് പോക്കോണം. അപ്പോൾ ഇതാണ് ആ ഗ്യാപ്പ്. കണ്ടോ, ഈ ഗ്യാപ്പിലൂടെയാണ് വെള്ളം പോയത്. ഇവിടെ പാറ എടുത്ത് വെക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. ഇത് ഭൂതം തന്നെ പണിഞ്ഞ ഡാമാണ്, ഒരു സംശയമില്ല. അല്ലേടാ പാഷോ, ഇത് ഭൂതം തന്നെ പണിത ഡാമല്ലേ? ഒരു സംശയമില്ല. എടുത്തു വെച്ചാടാ, ഇത് ഭൂതം പണിതല്ലേ, ഭൂതം എടുത്തു വെച്ചാ. അപ്പോൾ ഇത്തരം കഥകൾക്കാണ് ഇപ്പോൾ മൈലേജ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഭൂതം പണിതാണെന്ന് തന്നെ നമ്മൾ പറഞ്ഞോണം. എടുത്തു വെച്ചാടാ, ഇത് ഭൂതങ്ങൾ എടുത്തു വെച്ചാ. ഭൂതങ്ങൾ ആരാ? ടീംസ്. ഉണ്ടോ നമ്മൾ മാമാ. ഓക്കെ, ഹായ് ഗൈസ്. കൂട്ടത്തിൽ വല്ല ബലമില്ലാത്ത ഭൂതങ്ങൾ പിടിച്ചു വെച്ച പാറയുണ്ട് കേട്ടോ, ചെറിയ പാറകൾ. ഏതാ? നമ്മൾ മുമ്പേ കണ്ട ഗ്യാപ്പല്ല കേട്ടോ ഈ ഗ്യാപ്പ്. മറന്നുപോയതല്ല, കോഴി കൂവി. ശിവൻ കോഴിയായിട്ട് വന്ന് കൂവി. അങ്ങനെ പാറ വെക്കാൻ മറന്നുപോയി. അപ്പം അതാണ് ഈ ഗ്യാപ്പാണത് കേട്ടോ. ഈ ഗ്യാപ്പ് കേട്ടോ, സമയം കിട്ടിയില്ല. ഇതാണ് ഈ പുഴ കണ്ട. ഈ ഗ്യാപ്പിലാണ്
അത് തന്നെ നിറഞ്ഞ് മൊത്തം മുങ്ങിയാനെ നമ്മുടെ തലമുറകളൊന്നും ഉണ്ടാകത്തില്ല, എല്ലാം തീർന്നേനെ. പാഷാണോ പേടിച്ചിരിക്കുന്നുണ്ടോ? തലമുറകളൊന്നും കാണില്ല. ഇതാണ് ആ ഗ്യാപ്പ് കണ്ടാ, ഇതുവഴിയാണ് വെള്ളം പോകുന്നത്.